സുഹൃത്തുക്കളെ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന LTO സെല്ല്, അതുപോലെ തന്നെ ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന LFP സെല്ല്, പിന്നെ അതിൻ്റെ ചെറിയ വകഭേദമായിട്ടുള്ള ചെറിയ സെല്ലുകൾ, അതായത് ഇത് 6 ആമ്പിയറിൻ്റെ 32 650 32 700 എന്നീ രൂപത്തിലൊക്കെ വരുന്ന സെല്ലുകൾ, ഇതിലൊക്കെ BMS ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. പലപ്പോഴും നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററി ബാക്ക് ഉണ്ടാക്കുന്നത് ചെറിയ സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കാറുള്ളത് 18650, 32650, 32600, 32700 എന്നിവയൊക്കെയാണ്. എന്തായാലും 72 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ആ ബാറ്ററി പാക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന BMS എങ്ങനെയാണ്, അത് എത്ര ആമ്പിയറിലാണ് കൊടുക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബാറ്ററി പാക്കിൽ ഉപയോഗിച്ചിട്ടുള്ള സെല്ലുകളിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അതിന് ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ഡിസ്ചാർജിങ് അല്ലെങ്കിൽ ഹൈ ചാർജിങ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുക എന്നിവക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് BMS. BMS 2 തരത്തിലുണ്ട്. ഒന്ന് സെയിം പോർട്ടും മറ്റൊന്ന് ഡിഫറെൻറ്റ് പോർട്ടും. ഇവ വീണ്ടും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആക്റ്റീവ് ബാലൻസിങ്ങും ഒന്ന് പാസീവ് ബാലൻസിങ്ങും. സെയിം പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ലീഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൂടെയാണ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും. ഡിഫറെൻറ്റ് പോർട്ട് ആകുമ്പോൾ 3 ലീഡുകളാണ് ഉണ്ടാവുക. ഒന്നിലൂടെ ചാർജിങ്ങും രണ്ടാമത്തിലൂടെ ഡിസ്ചാർജിങ്ങും, ഒന്ന് കോമണും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു 12 വോൾട്ടിൻ്റെ 4 സീരീസുള്ള ഒരു BMS ആണ്. ഇത് സെയിം പോർട്ടാണ്. ഇൻവെർട്ടുകൾക്ക് മറ്റ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ 4S എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 സെല്ലുകൾ സീരീസ് എന്നുള്ളതാണ്. പാരലിൽ നമുക്ക് ആംബിയറിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ 4 സെല്ല് സാധാരണഗതിയിൽ 12 വോൾട്ട്. ഇപ്പോൾ ഇതൊരു സെല്ല് 3.2 ആയതുകൊണ്ട് നമുക്ക് 12.8, അതായത് 12 വോൾട്ടിൻ്റെ സെല്ലായിട്ട് ബാറ്ററി ആയിട്ട് പരിഗണിക്കാം. ഈ 12 വോൾട്ടിൻ്റെ BMSൽ ഡിസ്ചാർജിങ് കറണ്ടും ചാർജിങ് കറണ്ടും കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജിങ് കറണ്ട് ഇതിൽ 50 ആമ്പിയറാണ്. എന്നാലും പീക്ക് ടൈമിൽ നമുക്ക് 100 ആമ്പിയർ വരെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജിങ് കറണ്ട് കൊടുത്തിട്ടുള്ളത് 25 ആമ്പിയറാണ്. പിന്നെ കൊടുത്ത് കോമൺ പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 12 വോൾട്ട് BMS നമുക്ക് 50 ആമ്പിയർ വരെയുള്ള എക്യുപ്മെൻറ്റിനൊക്കെ കൊടുക്കാം. ഇത് കണക്ട് ചെയ്യേണ്ട ചെറിയ കേബിളുകൾ 5 എണ്ണമാണ് ഉണ്ടാവുക. 4Sന് 5 എണ്ണമാണ് ഉണ്ടാവുക. അത് സീരീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ കണക്ട് ചെയ്യുന്ന ഭാഗത്തും, ഓരോ സെല്ല് ഇൻഡിവിജ്വലായി കണക്ട് ചെയ്യുന്ന ഭാഗത്തും നമ്മൾ ഓരോ കണക്ഷൻ കൊടുക്കണം. അത് നമുക്ക് ഈ സർക്യൂട്ട് വെച്ചിട്ട് വിശദീകരിക്കാം. വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിക്കാം. പിന്നെ ഇതിലും കൂടിയ ആമ്പിയറുള്ള മറ്റൊരു BMS ആണിത്. ഇതും ഡാലി കമ്പനിയുടെ തന്നെയാണ്. രണ്ടും ഇമ്പോർട്ട് ചെയ്തതാണ്. 4S 12 വോൾട്ട് 80 ആമ്പിയറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീക്ക് ടൈമിൽ 160 ആമ്പിയർ വരെ കിട്ടും. പിന്നെ ഇതിൻ്റെ ചാർജിങ് കറണ്ട് 40 ആമ്പിയറാണ്. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള BMS മാത്രമേ പീക്ക് ഡിസ്ചാർജിങ് ടൈം അതിൻ്റെ ഇരട്ടിയായിട്ട് തരുള്ളൂ. എല്ലാ BMSലും ഇതുപോലെ കിട്ടണമെന്നില്ല. പീക്ക് ടൈമിൽ ഇരട്ടി ഡിസ്ചാർജ് കറണ്ട് കിട്ടുന്നത് സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇൻവെർട്ടർ മാതിരിയുള്ള മറ്റു ഉപകരണങ്ങൾക്ക് നോർമൽ ഡിസ്ചാർജ് കറണ്ടുള്ള BMS മതിയാവും. നേരത്തെ പറഞ്ഞ BMS പോലെ തന്നെയാണ് ഈ ആമ്പിയർ കൂടിയ BMSൻ്റെയും കണക്ഷൻ. 5 വയറുകളാണ് ഉണ്ടാകുക. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടാവും. ബാക്കി 3 എണ്ണം ഈ സീരീസ് ആയി കൊടുത്ത ഭാഗങ്ങളിൽ കൊടുക്കാനുള്ള വയറുകളാണ്. ഇപ്പോൾ കാണിച്ചത് 4S ആണ്. ഇനി 8S ആണെന്നുണ്ടെങ്കിൽ അവിടെ 8 സെല്ലുകൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് 9 വയറുകളാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സെല്ലുകൾക്കനുസരിച്ച് BMS മാറണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ LTO സെല്ലിൽ 2.3 വോൾട്ടാണുള്ളത്. അപ്പോൾ 2.3 വോൾട്ടിനുള്ള BMS ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് ലൈഫ് പോയിൻ്റ് ആണ്, അതായത് LFPയുടേതാണ്. അപ്പോൾ ഇത് 3.2 വോൾട്ടിൻ്റെതാണ്. അപ്പോൾ ഈ BMS തന്നെ സംഗതികളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ ലിഥിയം ആണെങ്കിൽ 3.7 ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചില സർക്യൂട്ടുകളിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ 4S എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു 12P അല്ലെങ്കിൽ 6P. ഈ P കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരലൽ എന്നാണ്. 4S സീരീസ് ആണ് S കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരലാകുമ്പോൾ നമുക്ക് പാരലായിട്ട് പാരൽ 12P എന്ന് പറഞ്ഞാൽ 12 സെല്ല് വരെ പാരൽ കൊടുക്കാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ സെല്ലുകൾ സാധാരണ നമ്മൾ സ്കൂട്ടറിൻ്റെ ബാറ്ററി പാക്ക്, മറ്റ് വാഹനങ്ങളുടെ ബാറ്ററി പാക്കുകൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. അത് 60 വോൾട്ട് 48 വോൾട്ട് 72 വോൾട്ട് പിന്നെ അങ്ങനെ 300 വോൾട്ട് വരെയുള്ള സെല്ലുകൾ ബാറ്ററി പാക്കുകൾ ഉണ്ടാവാറുണ്ട്.
ഇപ്പോൾ ഒരു 72 വോൾട്ട് ബാറ്ററി പാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ സെല്ല് 3.2 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് 72 വേണമെന്നുണ്ടെങ്കിൽ 22.5 സെല്ല്, അപ്പോൾ 23 സെല്ല് നമുക്ക് ഉപയോഗിക്കണം. ഈ 23 സെല്ലിന് നമുക്ക് BMS സെലക്ട് ചെയ്യേണ്ടത് 23 സെൽ സീരീസ് ആണല്ലോ, അപ്പോൾ 23S എന്ന BMS ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമം പവർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആംബിയർ കൂടുതൽ കിട്ടാൻ നമുക്ക് പിന്നെ ഈ ചിത്രത്തിൽ കാണുന്ന ഇതുപോലുള്ള ഒരു BMS ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇതിലിപ്പോൾ 100 ആംബിയറാണ് ചാർജിങ്, അതുപോലെ തന്നെ 100 ആംബിയർ തന്നെ ഡിസ്ചാർജിങ്ങും നമുക്ക് കിട്ടും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ആക്റ്റീവ് ബാലൻസിങ് സിസ്റ്റമാണ് ഈ BMSലുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മോസ്ഫെറ്റുകളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാത്ത ബോർഡ് ആയതുകൊണ്ട് നമുക്ക് കാണാം. ഇത് ബാറ്ററി പാക്കിന് ഉള്ളിൽ ഇൻബിൽറ്റായി വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകളാണ്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം ആക്റ്റീവ് ബാലൻസിങ് സിസ്റ്റമാണ്. ആക്റ്റീവ് ബാലൻസിങ് എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. 23S LFP, അതായത് ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി, ഇതിന് മാത്രം ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 23 സീരീസിന് വയറിംഗ് പോർട്ട് സെയിം ആണ്. അതായത് ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും ഒരേ രണ്ട് വയറുകളിലും മാത്രമേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ 3 വയറുണ്ടാവും. ബാലൻസിങ് ഉണ്ടോ? ഉണ്ട്, യെസ് ആണ്. ചാർജിങ് കറണ്ട് 100 ആണ്, ഡിസ്ചാർജിങ് കറണ്ട് 100 ആണ്. ഇതിൽ പീക്കിൽ നമുക്ക് ചാർജിങ് കറണ്ട് 200 വരെ ഉപയോഗിക്കാം, സംടൈംസ് 300 വരെ 3C വരെ ഉപയോഗിക്കാം. അതായത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എനാബിൾ ആയിട്ടുള്ള BMS ആണിത്. ഡിസ്ചാർജിങ് കറണ്ട് 100 ആണ് കൊടുത്തിട്ടുള്ളത് നോർമൽ. അത് നമുക്ക് അതിൻ്റെ 2 ടൈംസ്, അതായത് 200 വരെ നമുക്ക് ഡിസ്ചാർജിങ് ഉപയോഗിക്കാം. ഈ BMS ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പോർട്ട് മോഡ് വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ആക്റ്റീവ് ബാലൻസിങ്ങും പാസീവ് ബാലൻസിങ്ങും എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ 4 സെല്ലുകളാണ് കൊടുത്തിട്ടുള്ളത്. പല കളറിലായിട്ട് പല അളവിലുള്ള ചാർജാണ് ഓരോ സെല്ലുകൾക്കും കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്നത് ബിഫോർ ബാലൻസിങ് ആണ്. അതായത് ഇതിപ്പോൾ 4 സെല്ലുകൾ വെച്ചിട്ടുള്ള ബിഫോർ ബാലൻസിങ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ സെല്ലും പല അളവിലാണ് ചാർജ് ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഫസ്റ്റ് empty ആയി പോകും. ഇപ്പോൾ നേരെ മറിച്ച് ഇത് പിന്നെ നമ്മൾ ആഫ്റ്റർ ബാലൻസിങ് നോക്കുകയാണെങ്കിൽ, ബാലൻസ് ചെയ്തതിന് ശേഷം BMS വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബാലൻസിങ്ങിൽ 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് പാസീവ് ബാലൻസിങ് ആണ്, ഒന്ന് ആക്റ്റീവ് ബാലൻസിങ് ആണ്. പാസീവ് ബാലൻസിങ് ആണെങ്കിൽ ഇതിൽ ആദ്യത്തെ സെല്ല് പറഞ്ഞിട്ടുള്ള ഏറ്റവും കുറവുള്ളതിനെ മാനദണ്ഡപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തോളൂ. അപ്പോൾ ശരിയായ മറ്റ് ചാർജ് ഉണ്ടായിരുന്നതൊക്കെ ബാക്കി നമുക്ക് നഷ്ടപ്പെടും. അതാണ് ഈ പാസീവ് ബാലൻസിങ്ങിൻ്റെ ഒരു ന്യൂനത. നേരെ മറിച്ച് അത് ആക്റ്റീവ് ബാലൻസിങ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ളവയിൽ നിന്ന്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളവയിൽ നിന്ന് അതിൽ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഇങ്ങോട്ടും അങ്ങോട്ടും മൈനസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഈ പച്ചയിൽ നിന്നും ഈ നീല കളറിൽ നിന്നും കുറവാക്കിയിട്ട് അത് മറ്റുള്ളതിന് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും പോർഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഈ ആക്റ്റീവ് ബാലൻസിങ്ങിൻ്റെയും പാസീവ് ബാലൻസിങ്ങിൻ്റെയും ഉള്ള വ്യത്യാസം. ഇത് തമ്മിൽ പിന്നെ ബാലൻസിങ് ഇല്ലാതെ BMS കൊടുക്കാതെ ആണെങ്കിൽ ഇതാണ് രൂപം വരിക. അപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ്. അതായത് സീരീസിൽ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉള്ള സെല്ലിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതിലേക്കും പിന്നെ മറ്റു സെല്ലുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരേ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചാർജ് സപ്ലൈ ചെയ്യും. അതായത് ഏറ്റവും കൂടുതൽ ചാർജുള്ള സെല്ലിൽ നിന്ന് ഏറ്റവും കുറഞ്ഞുള്ള സെല്ലിലേക്ക് ചാർജ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കാലം നമുക്ക് ആ ബാറ്ററി ഉപയോഗിക്കാം, അതേപോലെ കൂടുതൽ സമയം ഉപയോഗിക്കാം. ഈ ബാലൻസിങ്ങോ അല്ലെങ്കിൽ BMSഓ ഇല്ലാത്തതാകുമ്പോൾ നേരത്തെ കാണിച്ച പിക്ചറിലെ ചുവന്ന സെല്ല് ഏറ്റവും പെട്ടെന്ന് empty ആവുകയും പിന്നീട് അത് ഡാമേജ് ആവുകയും ചെയ്യും. അതാണ് പ്രത്യേകത. പിന്നെ BMS നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏത് സെല്ലിനാണ്, അതിൽ എത്ര സീരീസ് വരുന്നു, ആംബിയർ, ചാർജിങ് ആംബിയർ എത്ര, ഡിസ്ചാർജിങ് ആംബിയർ എത്ര, അതുപോലെ തന്നെ ബാലൻസിങ് ഉണ്ടോ ഇല്ലേ, അതൊക്കെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 23 വോൾട്ടിൻ്റെ ഒരു BMS ആണ്. 3.2 വോൾട്ട് LFPക്ക് വേണ്ടിയിട്ടുള്ള BMS ആണിത്. ഇത് മറ്റ് LTO മാതിരിയോ അല്ലെങ്കിൽ ലിഥിയം അയണിനോ മറ്റ് ലിഥിയം അയൺ പോളിമറിനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന BMS അല്ല. ഈ കേബിൾ എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ ഒരറ്റത്ത് ചുവപ്പും ഒരറ്റത്ത് കറുപ്പും ഉണ്ടാവും. ഈ കറുപ്പുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് പോളിലേക്ക് കൊടുക്കണം. പിന്നെ ആ ഓരോ സീരീസ് കൊടുത്ത് നടുവിൽ ഓരോന്നായിട്ട് കൊടുത്ത് അവസാനത്തെ ചുവപ്പ് പോസിറ്റീവിലേക്ക് വരുന്ന രൂപത്തിലായിരിക്കണം. 2 സെറ്റ് കേബിളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവിനോട് സമന്വയിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് BMS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ചാർജിങ് കട്ട് ഓഫ് കിട്ടും, ഓവർ ഡിസ്ചാർജിങ് കട്ട് ഓഫ്, ഓവർ ടെമ്പറേച്ചർ കട്ട് ഓഫ്, അങ്ങനെ ഒരുവിധം ബാറ്ററിക്ക് സംഭവിക്കാവുന്ന ന്യൂനതകളൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക്
ദീർഘകാലം ബാറ്ററി ഈടോടെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഇത് ഒരുക്കി തരുന്നുള്ളതാണ്. പിന്നെ മറ്റൊരു തരം BMS എന്ന് പറഞ്ഞാൽ സ്മാർട്ട് BMSകളാണ്. സ്മാർട്ട് BMSകൾ നമുക്കൊരു മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ഓരോ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെയും വോൾട്ടേജ്, ഡിസ്ചാർജിങ്, ചാർജിങ് ഇതെല്ലാം കാണിക്കും. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും കാണിക്കും. പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ആപ്പിൾ ഫോൺ ആണെങ്കിലും ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഓരോരോ മാനുഫാക്ചേഴ്സും അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയക്കാം, മറുപടി തരുന്നതാണ്. പിന്നെ അടുത്തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. കാത്തിരിക്കുക എല്ലാവരും.